ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ഓഗസ്റ്റ് 29 വിശുദ്ധ എവുപ്രാസ്യാമ്മയുടെ തിരുനാൾ ദിനം. ഒല്ലൂർ CMC മഠത്തിൽ ജീവിച്ച് 1952 ഓഗസ്റ്റ് 29 സ്വർഗത്തിലേക്ക് പറന്നുപോയ വിശുദ്ധ. 9-ാം വയസ്സിൽ തന്നെ യേശുവിനെ അവൾ മണവാളനായി സ്വീകരിച്ചു. 9 വൃന്ദം മാലാഖമാരോട് ചേർന്ന് ജപമാല പ്രാർത്ഥിക്കാൻ പരിശുദ്ധ അമ്മ നേരിട്ട് പഠിപ്പിച്ചു. വ്രതവാഗ്ദാനം കഴിഞ്ഞ് യേശു അവളുടെ മോതിര വിരലിൽ മോതിരമണിയിച്ചു. മുറിയിലെത്തി പലപ്പോഴും ദിവ്യബലി യേശു അർപ്പിച്ച് ദിവ്യകാരുണ്യം കൊടുത്തിരുന്നു. പരിശുദ്ധമ്മ കൂടെ കൂടെ സന്ദർശിക്കും. മാത്രമല്ല, രോഗപീഠയിൽ പരിശുദ്ധ ത്രിത്വം നേരിട്ട് മുറിയിൽ പ്രത്യക്ഷപ്പെട്ട് അവൾക്ക് രോഗസൗഖ്യം നൽകി. എപ്പോഴും ജപമാല പ്രാർത്ഥിച്ച് നടന്നിരുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുന്ന അമ്മയെന്നും, സക്രാരിയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് സക്രാരിയുടെ കാവൽക്കാരി എന്നും, ചലിക്കുന്ന സക്രാരി എന്നൊക്കെ അവൾക്ക് പേര് ലഭിച്ചു. ഏത് ചെറിയ ഉപകാരത്തിനും മരിച്ചാലും മറക്കില്ലാട്ടോ എന്നുള്ള വാഗ്ദാനം എവുപ്രാസ്യാമ്മ നൽകിയിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എവുപ്രാസ്യാമ്മേ, ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ ത്രിത്വത്തോടൊത്ത് സഞ്ചരിക്കുവാൻ, ഈശോയുടെ പ്രത്യേക കൃപകൾ സ്വന്തമാക്കാൻ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും പ്രാപ്തരാക്കണമേ. വിശുദ്ധിയുടെ മാർഗം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ. അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.